നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഇന്ന് നമ്മൾ വാഹനങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ട്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ വാഹനം ഓടിക്കുന്ന ഒരാളാണെങ്കിൽ എന്താണ് ബ്ലൈൻഡ് സ്പോട്ട്സ് എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. എന്നാലും ഇനി അതെന്താണ് എന്ന് അറിയാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ. എന്താണ് ബ്ലൈൻഡ് സ്പോട്ട്സ്? നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ എവിടെയാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട്സ് വരുന്നത്? എന്തുകൊണ്ടാണ് ബ്ലൈൻഡ് സ്പോട്ട്സ്? ബ്ലൈൻഡ് സ്പോട്ട്സ് കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എപ്പോഴെല്ലാമാണ് നിങ്ങൾ ബ്ലൈൻഡ് സ്പോട്ട്സ് ചെക്ക് ചെയ്യേണ്ടത്? ഇത്യാദി കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ വാഹനത്തിൻ്റെ റെയർ വ്യൂ മിററിലൂടെ കാണാൻ പറ്റാത്ത ഏരിയ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ സ്ട്രക്ചറിലുള്ള പാർട്സ് മൂലം മറഞ്ഞു പോകുന്ന ഏരിയയോ ആണ് നമ്മൾ ഈ ബ്ലൈൻഡ് സ്പോട്ട്സ് എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ ഏരിയകൾ മിസ്സിംഗ് ആകുമ്പോൾ അത് വാഹനങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടിയിലേക്ക് നയിച്ചേക്കാം. ചുരുക്കത്തിൽ വാഹന അപകടം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ബ്ലൈൻഡ് സ്പോട്ട്സാണ്. സുരക്ഷിതമായി വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് ബ്ലൈൻഡ് സ്പോട്ട്സ് എന്ന ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുവാനും എങ്ങനെ ബ്ലൈൻഡ് സ്പോട്ട്സ് ഒഴിവാക്കിക്കൊണ്ട് വാഹനം ഓടിക്കാനാകുമെന്ന് മനസ്സിലായിട്ടുണ്ടാകും. നല്ല വേഗത്തിലാണ് നിങ്ങൾ വാഹനം ഓടിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ എല്ലാ സമയത്തും ക്ലിയറും സേഫുമാണ് എന്ന് കരുതുവാൻ സാധ്യമല്ല. ആ സമയത്ത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഒരു എക്സ്ട്രാ അറ്റൻഷൻ ആവശ്യമായി വന്നേക്കാം. ഇവിടെ ഇന്ന് എങ്ങനെ സുരക്ഷിതമായി യാത്ര ചെയ്യാം, എങ്ങനെ അപകടരഹിതമായ ഒരു യാത്ര ചെയ്യാം എന്നതിനെക്കുറിച്ച് സംബന്ധിക്കുന്ന ചില ഡ്രൈവിംഗ് ടിപ്സ് കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ്? വാഹനത്തിൻ്റെ സ്ട്രക്ചർ തന്നെയാണ് പ്രധാന കാരണങ്ങൾ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വാഹനത്തിൻ്റെ സ്ട്രക്ചർ വാഹനം ഓടിക്കുന്ന ആൾക്ക് ചില ഏരിയയുടെ വ്യക്തവും ക്ലിയറുമായ കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നു. കൂടുതലും ഇങ്ങനെ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാക്കുന്ന കാരണങ്ങൾ വാഹനങ്ങളുടെ പില്ലറുകളാണ്. വാഹനത്തിൻ്റെ എ പില്ലറുകൾ, ബി പില്ലറുകൾ, സി പില്ലറുകൾ, ഡി പില്ലറുകൾ, ഇങ്ങനെ ഒന്നിലേറെ പില്ലറുകൾ കാണാം. എന്നിരുന്നാലും ഏത് തരം വാഹനമാണ് ഒരാൾ ഓടിക്കുന്നത് എന്നതുകൂടി ആശ്രയിച്ചിരിക്കും ഇത്. എന്താണ് ഈ പില്ലറുകൾ? വാഹനത്തിൻ്റെ മുന്നിലും പിന്നിലും വാഹനത്തിന് അപ്രൈറ്റ് സപ്പോർട്ട് നൽകുന്ന സ്ട്രക്ചറുകളാണ് ഈ പില്ലറുകൾ. പില്ലറുകളാണ് വാഹനത്തിൻ്റെ റൂഫിൻ്റെ വെയിറ്റ് അത് താങ്ങുന്നതും ഒപ്പം വാഹനത്തിൻ്റെ ബോഡി സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നതും. റെയർ വ്യൂ മിററുകളുടെ ലിമിറ്റഡ് റേഞ്ച് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാക്കും. അതുകൊണ്ടാണ് വലിയ റെയർ വ്യൂ മിറർ വെക്കണം എന്ന് പറയുന്നത്. വാഹനത്തിലെ റെയർ വ്യൂ മിറർ തന്നെ കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അടുത്ത ലൈനിലുള്ള വാഹനങ്ങളെ അല്ലെങ്കിൽ തടസ്സങ്ങളെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യുവാൻ കഴിയില്ല. ഡ്രൈവറുടെ അശ്രദ്ധ അത് തീർച്ചയായും ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉണ്ടാക്കും. വാഹനം ഓടിക്കുമ്പോൾ തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് ഡ്രൈവർക്ക് വ്യക്തമായ ധാരണ ഇല്ലാതെ വന്നാൽ ലൈൻ മാറുമ്പോഴും അല്ലെങ്കിൽ ടേൺ എടുക്കുമ്പോഴും ബ്ലൈൻഡ് സ്പോട്ടുകൾ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അത് ഒരു അപകടത്തിലേക്ക് വഴിവെച്ചേക്കാം. വലിയ ഡൈമെൻഷനിലുള്ള വാഹനങ്ങൾ, ഉദാഹരണത്തിന് വലിയ ട്രെയിലറുകൾ, ബസ്സുകൾ, ട്രക്കുകൾ, ഇതിനെല്ലാം സിഗ്നിഫിക്കൻ്റ് ആയ ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉണ്ടാകും. ഇതൊന്നും കൂടാതെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ, വലിയ പേമാരി, മഴ, മഞ്ഞുവീഴ്ച, കൊടുങ്കാറ്റ്, ഇതെല്ലാം കാഴ്ച കുറയ്ക്കുന്നു. സൈഡ് ഗ്ലാസിൽ വീഴുന്ന മഴത്തുള്ളികൾ, മഞ്ഞു കണികകൾ, അതേപോലെ വിൻസ്ക്രീനിലും റയർ വിൻഡോയിലും വീഴുന്ന മഴത്തുള്ളികൾ എല്ലാം എതിർവശത്തു നിന്നും പിറകിൽ നിന്നും വരുന്ന വെളിച്ചത്തെ ഡിസ്റ്റോർട്ടഡ് ആക്കും. അതുകൊണ്ട് തന്നെ ഡ്രൈവർക്ക് ചുറ്റുപാടുകളെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്നും വരില്ല. ഇതെല്ലാം ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉണ്ടാക്കും എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ചില പ്രത്യേക സാഹചര്യങ്ങൾ, വാഹനത്തിന് പിന്നിൽ വെക്കുന്ന ലഗേജ്, ബാഗേജ്, ഇതൊക്കെ റയർ വിൻഷീൽഡിലൂടെ ഉള്ള കാഴ്ച ചിലപ്പോൾ തടസ്സപ്പെടുത്തിയേക്കാം. അതും ബ്ലൈൻഡ് സ്പോട്ട് സൃഷ്ടിക്കുന്നു. ചുരുക്കത്തിൽ കാറ്, വാഹനം, ലോറി, ട്രക്ക്, ബസ്, എന്തിന് ട്രെയിനുകൾക്ക് വരെ ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്. സാധാരണ നമുക്ക് അനുഭവപ്പെടുന്ന ബ്ലൈൻഡ് സ്പോട്ടുകൾ എന്തൊക്കെയാണ്? എത്ര വലിയ വിൻസ്ക്രീൻ ഗ്ലാസ് ആണെങ്കിലും നമ്മുടെ കാറിൻ്റെ വലതുവശത്തെ എ പില്ലറുകൾ വലിയ പ്രശ്നമുണ്ടാക്കാറുണ്ട്. വലത്തോട്ട് തിരിയുന്ന വളവുകളിൽ എ പില്ലറുകൾ എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങളുടെ കാഴ്ച പൂർണ്ണമായും മറച്ചു കളയും. ചിലപ്പോൾ ഒരു ബസ്സിനെ വരെ അത് പൂർണ്ണമായും മറച്ചു കളയുന്നു. പലപ്പോഴും എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ വരുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ തല ഇടത്തോട്ട് നീട്ടി വലത്തോട്ട് നോക്കേണ്ടി വരും. ഇങ്ങനെയുള്ള വളവുകളിൽ കഴിയുന്നത്ര നമ്മൾ വാഹനങ്ങൾ ഇടതുവശം ചേർന്ന് മാത്രം പോകുക. മറ്റൊരു ബ്ലൈൻഡ് സ്പോട്ട്
ഓടിക്കുന്നയാളുടെ പിറകിൽ വാഹനത്തിൻ്റെ ഡയഗണലായി വരുന്ന ഒരു സ്പോട്ടാണ്. ഇടതുവശത്തെ ഡീപ് പില്ലറുകളാണ് ഇവിടെ വില്ലൻ. റയർ വ്യൂ മിററിനും ഇടതുവശത്തെ സൈഡ് വ്യൂ മിററിനും ഇടയിൽ ഡീപ് പില്ലറുകൾ നമ്മുടെ കാഴ്ചയുടെ വലിയ ഒരു ഏരിയ പൂർണ്ണമായും മറച്ചു കളയും. വാനുകൾ, ലോഡ് കയറ്റിയ ലോറികൾ, അതേപോലെ റയർ വിൻഡോ ഇല്ലാത്ത വാഹനങ്ങൾ, ഇവർക്കൊക്കെ സൈഡ് മിററുകൾ മാത്രമാണ് ഏക ആശ്രയം. ഇവരുടെയൊക്കെ നേരെ പിൻവശം പൂർണ്ണ ബ്ലൈൻഡ് സ്പോട്ടുകൾ ആണ്. കാറുകളുടെ ഹുഡ് ചിലപ്പോഴൊക്കെ ബ്ലൈൻഡ് സ്പോട്ടുകൾ സൃഷ്ടിക്കാറുണ്ട്, പ്രത്യേകിച്ചും കുത്തനെയുള്ള കയറ്റങ്ങൾ കയറുമ്പോൾ. വാഹനത്തിൻ്റെ ഇരുവശങ്ങളും പലപ്പോഴും ഡേഞ്ചറസ് ബ്ലൈൻഡ് സ്പോട്ടുകളാണ്, പ്രത്യേകിച്ചും ലൈൻ മാറുമ്പോൾ. നേരത്തെ പറഞ്ഞതുപോലെ വാഹനത്തിലെ കാർഗോയും മറ്റും ബ്ലൈൻഡ് സ്പോട്ടുകൾക്ക് കാരണമാകും. എങ്ങനെ ബ്ലൈൻഡ് സ്പോട്ടുകൾ റെഡ്യൂസ് ചെയ്യാം? വാഹനം ഓടിക്കുമ്പോൾ ബ്ലൈൻഡ് സ്പോട്ടുകളെ ചെക്ക് ചെയ്യുവാനും മിനിമൈസ് ചെയ്യുവാനും പല വഴികളുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ നിങ്ങളുടെ വാഹനത്തിന് പിന്നിലുള്ള ഭാഗം അത് ചെക്ക് ചെയ്യുന്നതിന് തല ചെറുതായി ഒന്ന് ചരിച്ച് താടി മുതൽ ഷോൾഡർ വരെ ചരിച്ച് നോക്കുക. വലിയ റയർ വ്യൂ മിററുകൾ ഉപയോഗിക്കുക. ബ്ലൈൻഡ് സ്പോട്ട് മിററുകൾ ഉപയോഗിക്കുക. ഇത് രണ്ടും കാർ ആക്സസറീസ് ഷോപ്പുകളിൽ, ആമസോൺ പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ലഭിക്കുന്നതാണ്. എല്ലാ 8 മുതൽ 10 സെക്കൻഡ് ഇടവേളകളിൽ നിങ്ങളുടെ മിററുകൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ചില വാഹനങ്ങളിൽ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ബ്ലൈൻഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ഇതെല്ലാമുണ്ട്. ഇത് വാഹനത്തിൻ്റെ ചുറ്റുപാടും പിറകിലും എല്ലാമുള്ള ബ്ലൈൻഡ് സ്പോട്ടുകൾ സെൻസറുകളുടെ സഹായത്തോടു കൂടി ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു ഡ്രൈവ് അസിസ്റ്റൻസ് സിസ്റ്റമാണ്. ഈ സെൻസറുകൾ ഓഡിയോ ആയോ അല്ലെങ്കിൽ വിഷ്വലായോ നമുക്ക് വാർണിംഗ് തരുന്നു. വാഹനത്തിൽ ഒരു 360 ഡിഗ്രി ക്യാമറ വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ എല്ലാ കോർണറിലും വയ്ക്കുന്ന ക്യാമറ നമുക്കൊരു വൈഡർ വ്യൂ തരും, ഒപ്പം ഒരു ബേഡ് വ്യൂവും തരും. ഇത് ബ്ലൈൻഡ് സ്പോട്ട്സ് കുറയ്ക്കുകയും ചെയ്യും. എപ്പോഴെല്ലാമാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ടുകൾ ചെക്ക് ചെയ്യേണ്ടത്? ഇനി പറയുന്ന വളരെ സാധാരണമായിട്ടുള്ള ചില സിറ്റുവേഷൻസിൽ ബ്ലൈൻഡ് സ്പോട്ടുകൾ ചെക്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ്. റോഡിൻ്റെ അരികിൽ നിന്നും വാഹനം റോഡിലേക്ക് എടുക്കുമ്പോൾ, നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യുമ്പോഴും പാർക്ക് ചെയ്തിടത്ത് നിന്ന് വാഹനം എടുക്കുമ്പോഴും, വാഹനം റിവേഴ്സ് എടുക്കുന്നതിന് മുൻപും റിവേഴ്സ് ചെയ്യുമ്പോഴും, ഒരു 3 പോയിൻറ്റ് ടേൺ, ഒരു യു ടേൺ, അത് എടുക്കുന്നതിന് മുൻപും എടുക്കുമ്പോഴും, ഒരു ട്രാഫിക്കിൽ നിന്ന് മറ്റൊരു ട്രാഫിക്കിലേക്ക് നമ്മൾ വാഹനം മേർജ് ചെയ്യുമ്പോൾ, ലൈൻ മാറുന്നതിന് മുൻപും വാഹനം പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുമ്പോഴും നമ്മളിത് ശ്രദ്ധിക്കണം. അതുപോലെ ഡ്രൈവ് വേയിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കുമ്പോൾ. ഇതെല്ലാമാണ് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട്സിനെ കുറിച്ച് പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ബ്ലൈൻഡ് സ്പോട്ട്സിനെ കുറിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.